ഞാൻ ഇന്നലെ ഒരു പടത്തിൻ്റെ ട്രെയിലർ കണ്ടു, ദ കേരള സ്റ്റോറി 2. എന്തൊക്കെ അവരാത് മലങ്കൾട്ട് സാധനങ്ങളാണ് അതിൽ പടച്ച് വിട്ടിക്കണമെന്നുള്ളത് അത് കണ്ടങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ആൾക്കാർ കണ്ടു, ഇപ്പോൾ അതിൻ്റെ കുറേ മീംസും ട്രോൾസും ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ പടത്തിൻ്റെ ഡയറക്ടർ കേരളത്തിൽ ഒറ്റ തവണ പോലും വന്നിട്ടുണ്ടാവില്ല. സീരിയസ്ലി ഒരൊറ്റ തവണ പോലും വന്നിട്ടുണ്ടാവില്ല. കാരണം ഈ പടവും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിലുള്ള പാട്ട്, അതിൽ കാണിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളും കേരളവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു മലങ്കൾട്ട് അവരാത് സാധനം ഇറക്കിയത് പോരാനിട്ട് ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇനി അതും നമ്മൾ കാണണം. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പടമാണ് നമ്മുടെ ദ ഗോഡ് ലൈഫ്, ആടുജീവിതം. അത് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയില്ലേ അന്നൊക്കെ എന്താ സംഭവിച്ചിട്ടുള്ളത്. നല്ല പടങ്ങളൊന്നും ഈ വർഷം റിലീസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം നാഷണൽ അവാർഡിൻ്റെ എല്ലാ സെഗ്മെന്റിലുള്ള അവാർഡ്സും അവർ കൊണ്ടുപോകും, വേറൊരു പടത്തിനും കിട്ടാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് നല്ല ഏതെങ്കിലും പടം നിങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം റിലീസ് ചെയ്യാതിരിക്കുക. കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ് ജനനായകൻ. ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിപ്പോഴും റിലീസ് ചെയ്യാതെ പെട്ടിയിലിരിക്കുകയാണ്. സോ ഇതൊക്കെ കൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇവിടെ നോട്ട് നിരോധിക്കും, വേണ്ടി വന്ന വോട്ട് നിരോധിക്കും. ഒരുത്തനും ചോദിക്കില്ല, കാരണം ഇത് ഇന്ത്യയല്ലേ.